നെടുമ്പോയിൽ മാനന്തവാടി ചുരം റോഡിൽ ചൊവ്വാഴ്ച മുതൽ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിക്കും. കണ്ണൂരിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോകുന്ന പ്രധാന പാതയായ നെടുമ്പോയിൽ മാനന്തവാടി ചുരം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ ഗതാഗത നിരോധനമാണ് ചൊവ്വാഴ്ച മുതൽ ഒഴിവാക്കുന്നത്. ഡിസംബർ 17 മുതൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചുകൊണ്ട് ചെറുവാഹനങ്ങൾ കടത്തിവിടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും ഒഴിവാക്കി വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 30-നുണ്ടായ കനത്ത മഴയിൽ റോഡിൽ വിള്ളൽ രൂപപ്പെടുകയും റോഡ് ഗതാഗത യോഗ്യമല്ലാതായി തീരുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. 100 മീറ്റർ നീളത്തിൽ 10 മീറ്ററോളം താഴ്ത്തി മണ്ണെടുത്ത് നീക്കിയാണ് പണികൾ പൂർത്തിയാക്കിയത്. നെടുമ്പോയിൽ മുതൽ ചന്ദനത്തോട് വരെ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന 12.40 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും റീടാറിങ്ങും ഇതോടൊപ്പം തന്നെ നടത്തും. വയനാട് ദുരന്തമുണ്ടായ ദിവസമായിരുന്നു കണ്ണൂർ വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയായ തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിലെ ചുരം ഭാഗത്ത് വലിയ വിള്ളൽ രൂപപ്പെട്ടത്. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതിനെ തുടർന്ന് വാഹനങ്ങളെല്ലാം തന്നെ കൊട്ടിയൂർ ബോയ്സ്റ്റോൺ പാതയിലൂടെയായിരുന്നു കടന്നുപോയത്. ഈ റോഡിനെ ആശ്രയിച്ച് പേരിലേക്കും മാനന്തവാടിയിലേക്കും യാത്ര ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ വലിയ പ്രതിസന്ധിയായിരുന്നു നേരിട്ടത്. ഏലപ്പിടിക സെമിനാരി വില്ല 29 മൈൽ പൂളക്കുറ്റി ചന്ദനത്തോട് മേഖലയിലുള്ളവർക്ക് വലിയ ആവശ്യങ്ങൾക്കായി ഏറ്റവും അടുത്ത പേരാവൂർ നെടുമ്പോയിൽ പേരിയ എന്നിവിടങ്ങളിൽ എത്തുന്നതിനുള്ള വാഹന സൗകര്യവും പൂർണ്ണമായും ഇല്ലാതായിരുന്നു. കിലോമീറ്ററുകളോളം ചുറ്റിക്കറങ്ങി വയനാട്ടിലേക്ക് പോകേണ്ടി വന്നു. ഈ സാഹചര്യമെല്ലാം പരിഗണിച്ചായിരുന്നു നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ മുന്നോട്ടു പോയത്. അതിനിടയിൽ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനവും നിർമ്മാണ പ്രവൃത്തിക്കിടെ ഒരാൾ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രവൃത്തി മന്ദഗതിയിലാവുകയായിരുന്നു. റോഡ് ഭാഗികമായി തുറന്നു കൊടുക്കുന്നതോടെ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുക. ഹൈവിഷൻ ന്യൂസ്, കേളകം.